എല്ലാവർക്കും ക്രിസ്തയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോൺ. അനുഗ്രഹവും ധന്യവുമേറിയ നല്ല നിമിഷത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 19-ാമത്തെ വാക്യം എല്ലാവർക്കും സുപരിചിതമാണ്. നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര്, എൻ്റെ ഗൃഹവും എന്തുള്ളൂ. ദാവീദ് രാജാവ് സ്വർഗത്തിലെ ദൈവത്തോട് പറയുന്ന വാക്കുകളാണത്. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിനോട് ഒരിക്കൽ വന്ന് ദൈവത്തിന്റെ അരുളപ്പാട് പറയുകയാണ്. കർത്താവായ യഹോവ നിന്റെ രാജത്വത്തെ സ്ഥിരമാക്കുവാൻ പോകുന്നു. അവൻ നിന്റെ സിംഹാസനത്തെ ഉറപ്പിക്കുവാൻ പോകുന്നു. ഇനി ഭാവിയിൽ നടക്കാനുള്ള ഒരു വലിയ അനുഗ്രഹത്തെക്കുറിച്ചാണ് നാഥാൻ പ്രവാചകൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ അരുളപ്പാടായി ദാവീദിനോട് കൽപ്പിക്കുന്നത്. നാഥാൻ പ്രവാചകൻ ഇത് തന്നോട് വന്ന് പറയുന്ന സമയത്ത് വേണമെങ്കിൽ ദാവീദ് രാജാവിന് അഭിമാനത്തോടുകൂടി ഒരു പടി കൂടെ ഉയർന്നു നിന്ന് അതിനെ ഏറ്റെടുക്കാമായിരുന്നു. പക്ഷേ ഇതൊന്നും ചെയ്യാതെ ദാവീദ് രാജാവ് തന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ചെന്ന് സ്വർഗത്തിലെ ദൈവത്തോട് മുട്ടിന്മേൽ നിന്നുകൊണ്ട് പറഞ്ഞു, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര്, എൻ്റെ ഗൃഹവും എന്തുള്ളൂ. ഇത് പറയാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ. തന്നെ ആട്ടിടയൻ എന്ന അവസ്ഥയിൽ നിന്ന് രാജപദവിയിലേക്ക് കൊണ്ടെത്തിച്ചത് തൻ്റെ കഴിവോ മേന്മയോ കുടുംബ പാരമ്പര്യമോ കുടുംബ മഹിമയോ കുടുംബ പശ്ചാത്തലമോ ഒന്നുമല്ല എന്ന് വ്യക്തമായിട്ട് അറിയാമായിരുന്നത് കൊണ്ടാണ്. ഓരോ ദിവസവും ദൈവം നമ്മളെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. പക്ഷേ കർത്താവെ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര്, എനിക്കെന്ത് യോഗ്യതയുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന എത്ര പേരുണ്ട്. നമുക്ക് എത്ര ഉയർച്ച നൽകിയാലും നമ്മൾ എവിടെ നിന്ന് വന്നു എന്നുള്ള ബോധം നമുക്ക് നശിച്ചാൽ പിന്നെ അതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ, അപ്പ നീയാണ് ഈ സകല യോഗ്യതകളും ഞങ്ങൾക്ക് നൽകിയതെന്ന് പറഞ്ഞുകൊണ്ട് ആ കർത്താവിന് സർവമഹത്വവും കരേറ്റി നമുക്ക് മുമ്പോട്ട് കടന്നു പോകാം. ഈ പ്രഭാതം അതിന് നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് നമ്മളെ മാനിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ പ്രഭാതവും നീ ഞങ്ങൾക്ക് വേണ്ടി അനുഗ്രഹമായി നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ചിന്തിച്ചത്, ദാവീദ് രാജാവ് എളിമയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ കാരണമായി തീർന്നത് കർത്താവിൻ്റെ കൃപയൊന്നു മാത്രമാണെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിനുണ്ടായ അതേ അനുഭവത്തെ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളും നിന്റെ സന്നിധിയിൽ ഏറ്റുപറയുന്നപ്പാ, കർത്താവ്, ഇതുവരെ അനുഭവിച്ച അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കഴിവ് കൊണ്ടോ മേന്മ കൊണ്ടോ അനുഭവിച്ചതല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. ആ കൃപയിൽ ഞങ്ങൾ ഇനി മേലിലും നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ടതിനായി സ്തുതിക്കുന്നു. യേശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ,